ഹലോ, എല്ലാവർക്കും നമസ്കാരം. പോഡ്കാസ്റ്റ് ബൈ നിഷി ജോയ് സീസൺ 1 എപ്പിസോഡ് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും അടുത്ത ആ ഒരു സംസാരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വളരെയധികം നന്ദി പറയുന്നു എല്ലാവരോടും. ഇത്രയും ദിവസം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി അധികം നന്ദി. ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാനും ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് മൈ എപ്പിസോഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇന്ന് കേട്ട ഒരു വസ്തുതയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. അതായത് മറ്റുള്ളവർക്ക് നമ്മൾ ഇൻഫർമേഷൻസ് എങ്ങനെ കൈമാറുന്നു. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന കാര്യം COVID-19 ഈ ഒരു പാൻഡമിക് ആ ഒരു സിറ്റുവേഷനെ പറ്റിയാണ് ഓർമ്മ വരിക. എന്താണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടത്? ആസ് എ ഗ്ലോബൽ സിറ്റിസൺ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് വാക്സിൻ എടുക്കുക, ഗവൺമെന്റുകൾ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക, പിന്നെ ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് ചെയ്യുക കറക്റ്റ് സമയത്ത്. അതായത് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി ടെസ്റ്റ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യേണ്ട സമയത്ത് ഐസൊലേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഒരു ജലദോഷം വന്നാൽ പോലും അത് നമുക്കറിയാം. അത് നമ്മൾ തുമ്മിക്കഴിയുമ്പോഴത്തേക്ക് അത് സ്പ്രെഡായി അടുത്ത് നിൽക്കുന്ന ആൾക്കായിരിക്കും അടുത്ത ആ വൈറസ് കിട്ടുന്നത്. അപ്പൊ അതിലും എത്രത്തോളം സ്ട്രോങ് ആണ് ഈ ഒരു COVID-19 ഇഫക്റ്റ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒത്തിരി പേരുടെ ജീവനെടുത്ത്, ഒത്തിരി പേരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ അയൽപ്പക്കക്കാരും ഒക്കെ ഈ ഒരു അസുഖം വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സന്ദർഭത്തില് വാക്സിനേഷൻ എടുക്കുക, ടെസ്റ്റ് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യേണ്ട സമയത്ത് ഐസൊലേറ്റ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ഹോം വിസിറ്റുകൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കലും വാക്സിൻ എടുക്കാൻ പോകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഞാനൊരു നഴ്സാണ്. നമ്മൾ ഹെൽത്ത് കെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ഈ കൂടുതൽ സയന്റിഫിക് ആയിട്ടൊക്കെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിന്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ സാധാരണക്കാർക്ക് ഒരു ഹെൽത്ത് ഫീൽഡിലല്ലാത്ത വ്യക്തികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും കേട്ടിട്ടുള്ളത് എല്ലാവരും തന്നെ വാക്സിനേഷൻ സപ്പോർട്ട് ചെയ്ത് പറയുന്ന എല്ലാ ആൾക്കാരും ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ യാദൃശ്യമായിട്ട് ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ആൾക്കാർ വാക്സിനേഷനെതിരെയും അതുപോലെ തന്നെ COVID-19 ടെസ്റ്റിങ്ങിനെതിരെയൊക്കെ ഓരോ ഇങ്ങനെ പറയുന്ന ഓരോ സംസാരങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടു. അപ്പം എനിക്ക് തോന്നി അതൊരിക്കലും ശരിയല്ല. കാരണം നമ്മൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോയി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് റെസ്പിറേറ്ററി സിംറ്റംസ് അതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കണം. പിന്നെ വാക്സിനേഷൻ എടുക്കേണ്ടത് കറക്റ്റ് സമയത്ത് ഗവൺമെന്റ് പറയുന്നത് പോലെ അല്ലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പോലെ അത് കേട്ട് നമ്മൾ കറക്റ്റായിട്ട് വാക്സിനേഷൻ എടുക്കണം. പക്ഷെ ഇതൊന്നും അല്ലാതെ കുറച്ചു പേര് വാക്സിൻ എടുക്കുന്നത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്, ശുദ്ധ പൊട്ടത്തരമാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ആൾക്കാരെ വഴി തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇവിടെയും കേട്ടോ ഏതേലും ഒരു റിപ്പോർട്ട് എടുത്തോണ്ട് വെച്ചിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ല ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടും, ആ ഇൻഫർമേഷൻ കിട്ടും. ഇങ്ങനെ വസ്തുതകൾക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുണ്ട്. അല്ലെങ്കിൽ അതിനെതിരെ വെറുതെ പൊതുനിരത്തിൽ ഇറങ്ങി സമരം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്.
ശരിക്കും ഇവരെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളുടെ ധർമ്മമാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ വാക്സിനെതിരെ കുപ്രചരണം നടത്തുന്നവരെയും, അതുപോലെ തന്നെ COVID-19 ഇതിന്റെ ടെസ്റ്റിങ്ങിനെതിരെ എതിരെ നടന്ന് സംസാരിക്കുന്നവരുണ്ട്. ഇതിന് ഇഷ്ടമില്ലാത്തവര്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യരുത്. അവരെ എവിടെയെങ്കിലും കാണുകയെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും കേൾക്കുകയെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. വേണ്ട സമയത്ത് പ്രതികരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവരുടെ നിന്ന് സംസാരം കേൾക്കാനേ പോകരുത്. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആണ് അവർ സംസാരിക്കുന്നത്, യാതൊരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങൾ. എല്ലാവരും ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ള നിലയിൽ എല്ലാവരും കറക്റ്റായിട്ട് ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് കീപ് യുവർ സോഷ്യൽ ഡിസ്റ്റൻസിങ് റൂൾസ് ആൻഡ് വെയർ എ മാസ്ക് വെനെവർ യു ആർ ഔട്ട് ഇൻ പബ്ലിക്. ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള പറയാനുള്ളത്. പിന്നെ വാക്സിനേഷൻ എടുക്കുക. നമ്മളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും മടിയൊക്കെ പിടിച്ച് കുത്തിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊക്കെ ആ ഒരു ധൈര്യം കൊടുത്ത് അവരെയും കൂടെ കൊണ്ട് വാക്സിനേഷൻ എടുത്ത് നമ്മളെല്ലാവരും ഒരു 100% വാക്സിനേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, കമ്മ്യൂണിറ്റിയോട് മാത്രമല്ല നമുക്ക് ഈ ലോകത്തോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം പാസ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരാൾ പറയുന്ന ആ തെറ്റായ ഒരു പ്രചരണം കാരണം നാളെ ഈ ലോകം മൊത്തം വീണ്ടും ബുദ്ധിമുട്ടരുത്. നമ്മളുടെ ഒരു സെൽഫിഷ് ആക്ട് കൊണ്ട് ലോകം മൊത്തം നാളെ ബുദ്ധിമുട്ടരുത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാം. എല്ലാവരും COVID-19 വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹെൽത്തി ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പോയി ടെസ്റ്റ് ചെയ്യുക. വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുക. Stay safe, stay healthy. You all have a good day. This is Nisha signing off. Thank you so much. Bye-bye.